പ്രൈസ് ദി ലോർഡ്. സിയോൻ സഞ്ചാരിയിലുള്ള അഡ്മിനായി പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാർക്കും അവരുടെ കുടുംബങ്ങൾക്കും അതുപോലെ സിയോൻ സഞ്ചാരിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എളിയവരുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്ന പ്രോഗ്രാം ഒരു ഭാവനയാണ്. എൻ്റെ ഭാവനയുടെ പേര് മിദ്യാനിൽ നിന്ന് ഓർപ്പ. എത്രയും വാത്സല്യമുള്ള അമ്മച്ചിയും രൂത്തും അറിയുന്നതിന് മോവാബിൽ നിന്ന് സഹോദരി ഓർപ്പ എഴുതുന്ന കത്ത്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നാം തമ്മിൽ വേർപിരിഞ്ഞ ആ ദിനങ്ങൾ ഇന്നെന്ന പോലെ എൻ്റെ മനോമുകുരത്തിൽ തെളിയുന്നു. ആ ഓർമ്മകൾ തന്നെ എൻ്റെ കണ്ണുകളെ ഈറനണിയിക്കുന്നു. അതൊക്കെ പോകട്ടെ. കഴിഞ്ഞ ആഴ്ച ബേത്ലഹേമിൽ നിന്ന് ചില കച്ചവടക്കാർ പറഞ്ഞ് ആണ് നിങ്ങൾ അവിടെ ഉണ്ടെന്നുള്ള വിവരങ്ങൾ ഞാൻ അറിയുന്നത്. ഞാൻ ആകെ കോരിത്തരിച്ചു പോയി. എന്തായാലും രൂത്തേ, നീ അറിഞ്ഞ സത്യത്തിനു വേണ്ടി വില കൊടുക്കുവാൻ നീ തയ്യാറായല്ലോ. ഞാൻ ആ നിമിഷത്തിലെല്ലാം മറന്നു. എൻ്റെ കുടുംബ പശ്ചാത്തലങ്ങളിലേക്ക് പിന്തിരിഞ്ഞുപോയി. എല്ലാം എൻ്റെ തെറ്റ്. ഞാൻ ഇവിടെ പല അധ്വാനങ്ങളിൽ ആയിരുന്നതിനാൽ ഒരു കത്തുപോലും നിങ്ങൾക്ക് എഴുതുവാൻ സാധിച്ചില്ല. അസമാധാനത്തിന്റെ ദിനങ്ങളായിരുന്നു എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നത്. ഇവിടെ നിന്ന് ചില കച്ചവടക്കാർ ബേത്ലഹേമിൽ വരുന്നതായി ഞാൻ അറിഞ്ഞു. അവരുടെ കൈവശമാണ് ഞാൻ ഈ കത്ത് കൊടുത്തുവിടുന്നത്. കാര്യങ്ങൾ വിശദമായി എഴുതണമെങ്കിൽ എത്രയോ ചുരുളുകൾ ആവശ്യമായി വരും. നമ്മുടെ അമ്മച്ചി എങ്ങനെ ഇരിക്കുന്നു? ക്ഷീണിതയായിരിക്കും. അന്ന് പിരിയുമ്പോൾ എൻ്റെ മക്കളെ എന്ന് പറഞ്ഞ് ചുംബിച്ച ആ രംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് എൻ്റെ യൗവനപ്രായം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയായിരുന്നു. എങ്കിലും രൂത്തേ, നിന്റെ ദൃഢ നിശ്ചയം ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്. അമ്മച്ചിയെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് നീ അമ്മച്ചിയോട് പറ്റി നിന്ന ആ നാളുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അവിടെ നിന്നും നാം തമ്മിൽ വേർപിരിഞ്ഞതിനു ശേഷം എൻ്റെ പിതൃഭവനത്തിൽ ആരംഭ നാളുകളൊക്കെ വളരെ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ ഞാൻ കഴിഞ്ഞുപോയി. എന്നാൽ നിമിഷ നേരം കൊണ്ട് അതെല്ലാം മാറി മറിയുവാൻ ഇടയായി തീർന്നു. എന്നോട് സ്നേഹവും സന്തോഷമായിരുന്ന എൻ്റെ വീട്ടുകാർ എന്നിൽ നിന്നും അകലുവാൻ തുടങ്ങി. അവർക്ക് ഞാനൊരു ഭാരമായി മാറി. അങ്ങനെ അസമാധാനത്തിന്റെ നാളുകളായിരുന്നു പിന്നീട് എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നത്. എൻ്റെ മാതാപിതാക്കളുടെ മരണശേഷം എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ വെറുപ്പായി മാറി. ഞാനൊരു അധികപ്പറ്റായി ആ ഭവനത്തിൽ തീരുവാനിടയായി തീർന്നു. ആ നാളുകളൊക്കെ ഓർത്താൽ വളരെ വേദന നിറഞ്ഞതായിരുന്നു. എത്രയോ രാത്രികൾ ഞാൻ കണ്ണുനീരുകൊണ്ട് എൻ്റെ കിടക്കയെ ഒഴുക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ സഹോദരന്മാർ വിവാഹം കഴിഞ്ഞു. അവർ കുടുംബമായപ്പോൾ കടന്നു വന്ന സഹോദരന്മാരുടെ ഭാര്യമാർക്ക് ഞാൻ ഏറ്റവും വെറുക്കപ്പെട്ടവളായി. എങ്ങനെയും എന്നെ ഒഴിവാക്കണമെന്ന് അവർ വിചാരിച്ചു. എന്നെ ഒരു വിവാഹത്തിനു വേണ്ടി എന്നെ നിർബന്ധിപ്പിച്ചു. എന്നെ ആ ദേശത്തിലുള്ളതായ ഒരു ധനികനായ ഒരു മനുഷ്യനോടൊപ്പം എന്നെ വിവാഹം കഴിച്ചയക്കുവാൻ ഇടയായി തീർന്നു. ആരംഭ നാളുകളൊക്കെ സന്തോഷമായി കുടുംബജീവിതം മുന്നോട്ട് പോയി. ആ ദാമ്പത്യത്തിൽ എനിക്ക് 2 ആൺമക്കളെ കർത്താവ് തന്നു. മനസ്സോടെ അല്ലെങ്കിലും ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അവർ നടത്തുന്ന വിഗ്രഹ ആരാധനയുടെ മുൻപാകെ തലകൾ കുനിച്ചു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ജീവനുള്ള സത്യദൈവത്തെ അറിഞ്ഞ എൻ്റെ ജീവിതത്തിൽ സഹിക്കുവാൻ കഴിയുന്ന നിമിഷങ്ങളായിരുന്നില്ല അതൊക്കെ. പിന്നീട് എൻ്റെ ഭർത്താവ് ഒരു തികഞ്ഞ മദ്യപാനിയായി മാറി. മദ്യപാനം മാത്രമല്ല, ദുഷിച്ച കൂട്ടുകെട്ടുകൾക്കും ആ മനുഷ്യൻ അടിമയായി മാറി. എൻ്റെ ഭർത്താവിൻ്റെ അതേ വഴികൾ എൻ്റെ കുഞ്ഞുങ്ങളും പിന്നീട് തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. അവരും മദ്യപാനവും ദുഷിച്ച കൂട്ടുകെട്ടിലേക്ക് മക്കളും തിരിഞ്ഞുപോയി. അങ്ങനെ ഇരിക്കെ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ വ്യാപാരം അതെല്ലാം തകർന്നടിയുവാനിടയായി തീർന്നു. ഇതിൻ്റെ മനോവ്യതയാൽ ഞാൻ ഭക്ഷണം പോലും കഴിക്കുവാൻ മറന്നുപോയ നാളുകളായിരുന്നു. കണ്ണുനീരുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം മുൻപോട്ട് നയിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ശരീരമെല്ലാം മെലിഞ്ഞു.
എൻ്റെ എന്നിലുണ്ടായിരുന്ന എല്ലാ സൗന്ദര്യവും നഷ്ടപ്പെട്ടു പോയി. ക്രമേണ എൻ്റെ ഭർത്താവും എന്നിൽ നിന്ന് അകന്നകന്നു പോകുവാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കെ ഒരു പാർസി ആ, സ്ത്രീയുമായി എൻ്റെ ഭർത്താവ് വിവാഹം കഴിഞ്ഞു. അങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് അവർ മടങ്ങിപ്പോയി. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും തനിച്ചായി. ഭൂമിയിൽ എന്നെ പോലെ ദുഃഖം അനുഭവിച്ച, കഷ്ടം അനുഭവിച്ച ഒരു വ്യക്തി കാണുമോ എന്നെനിക്ക് സംശയമാണ്. അത്രത്തോളം ഞാൻ മനോവധ അനുഭവിച്ച ഒരു സ്ത്രീയാണ്. അങ്ങനെ ചില നാളുകൾ വേദനയിലൂടെ ഞാൻ തള്ളി നീക്കി. എൻ്റെ ഭർത്താവും എന്നിൽ നിന്ന് അകന്നുപോയി. കുഞ്ഞുങ്ങളും ദുഷിച്ച കൂട്ടുകെട്ടിലേക്കും അവരും പോയി. ദുഃഖവും ദാരിദ്ര്യവും വേദനയും എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ദുഃഖവും ദാരിദ്ര്യവും എനിക്കൊരു നിത്യ അതിഥിയായി മാറിക്കൊണ്ടേയിരുന്നു. അപ്പോഴും മനക്ലേശങ്ങളിൽ അമ്മച്ചി പറഞ്ഞു തന്ന ആ നല്ല ന്യായപ്രമാണം എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരുമായിരുന്നു. ദൈവം നടത്തിയ വിധങ്ങളും യഹോവയുടെ വീര്യ ഭുജത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ എനിക്ക് ആ ദുഃഖത്തിൽ അല്പ ആശ്വാസമായിരുന്നു. രൂത്തെ, എൻ്റെ സഹോദരി, നിനക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് കേട്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു കോരിത്തരിച്ചുപോയി. നമ്മുടെ അപ്പച്ചന്റെ ചാർച്ചക്കാരനായ ബോവസ് ധനികനും കുലീനനുമായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യസ്ഥാനത്തേക്ക് ദൈവം നിന്നെയാണല്ലോ തെരഞ്ഞെടുത്തത്. രൂത്തെ, ഈ സഹോദരിയോട് ക്ഷമിക്കൂ. ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് സ്വന്തം യുക്തിയിൽ പ്രകാരം നീങ്ങിയതിന്റെ ആ ശിക്ഷ ഞാൻ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഈ എളിവളായ എന്നോട് ക്ഷമിക്കട്ടെ. അവിടെ ബോവസിന്റെ വയലിൽ ഒരു ബാല്യക്കാരിയായെങ്കിലും ഒരവസരം എനിക്ക് ലഭിക്കുമോ രൂത്തെ? വയലിൽ അധ്വാനിച്ച് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ജീവിച്ചു കൊള്ളാം. നീ പോകുന്നിടത്ത് പോകുവാനും നീ പാർക്കുന്നിടത്ത് പാർക്കുവാനും ഇന്ന് ഞാനും ആഗ്രഹിക്കുന്നു. എന്റെ ശരീരം ദ്രവത്വം കാണുന്നതിന് മുൻപേ നീ അന്ന് അമ്മച്ചിയോട് പറഞ്ഞതുപോലെ നിന്റെ ജനം എന്റെ ജനമാകുവാനും നിന്റെ ദൈവം എന്റെ ദൈവം ആകുവാനും ഈ ഞാനും ആഗ്രഹിക്കുന്നു. എനിക്ക് ആ വയലിൽ, ബോവസിന്റെ വയലിൽ ഒരവസരം കാലാപറക്കുവാനെങ്കിലും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഈ കത്ത് ഇവരുടെ കയ്യിൽ കൊടുത്തു വിടുകയാണ് എന്ന് സഹോദരിയായ ഓർപ്പ. ഇത് ഒരു ഭാവനയാണെങ്കിലും നമുക്ക് ചുറ്റും ഇന്ന് അനേക ഓർപ്പമാരുണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പ്രിയവാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ അല്ലെ നല്ല ബോവസാകുന്ന കർത്താവിന്റെ വയലിൽ നാം സന്തോഷത്തോടെ കഴിയുമ്പോൾ നമ്മെ പോലെ ഈ ബോവസിന്റെ വയലിൽ കടന്നു വരാൻ കഴിയാതിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. എന്നാൽ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിരുന്നിട്ടും അതിനെ തള്ളിക്കളഞ്ഞു പോയവരുമുണ്ട്. അല്ല, നമ്മൾക്ക് ചുറ്റുമുള്ള അനേക ഓർപ്പമാരെ നാം കാണാതെ പോകരുത്. നാം ഓർപ്പമാരെ തേടി ദിവസങ്ങൾ ഇറങ്ങുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നമുക്കും അവർക്ക് വേണ്ടി നമ്മുടെ ആയ ഒരു അല്പനിമിഷം നാം മാറ്റിവെക്കുമെങ്കിൽ അനേക ഓർപ്പമാരെ ഈ ബോവസിന്റെ വയലിലെ അവകാശിയാക്കി മാറ്റുവാൻ കഴിയും. അങ്ങനെ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഈ ഭാവന ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.